പ്രൈസ് ദി ലോർഡ്. ബറൂക്ക് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 28-ാം തിരുവചനം. കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു നടക്കുവിൻ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 23-ാം തിരുവചനം. എത്യോപ്യക്കാരന് തന്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയോ മാറ്റാനാവുമോ? എന്നാൽ തിന്മ ചെയ്ത് ജീവിക്കുന്ന നിനക്ക് നന്മ ചെയ്യാനാവും. ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ധ്യാനങ്ങളിൽ തീരുമാനമെടുക്കുന്നുണ്ട്. പക്ഷേ ധ്യാനം കഴിഞ്ഞോ ഏതാനും നാളുകൾ കഴിയുമ്പോൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകുന്നു. ഇതുപോലെ തന്നെ കുമ്പസാരിക്കുന്നു. ഓരോ കുമ്പസാരത്തിലും നാം ഏറ്റുപറയുന്നുണ്ട്, ഇനി ഞാൻ ഒരു പാപം ചെയ്യില്ല എന്ന്. എന്നാൽ നമുക്ക് നമ്മുടെ തീരുമാനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാ എനിക്ക് എൻ്റെ തീരുമാനത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത? എന്തുകൊണ്ടാ വീണ്ടും വീണ്ടും ഞാൻ പാപത്തിൽ വീണു പോകുന്നേ? കർത്താവ് പറയുകയാണ്, കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ച എൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടുകൂടെ കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു നടക്കുവിൻ. ആരും പാപം ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് പാപത്തിനെതിരായ പുണ്യം നമ്മുടെ ജീവിതത്തിൽ അഭ്യസിച്ചുവെങ്കിൽ മാത്രമേ ഒരു വിശുദ്ധമായ ജീവിതം, അഭിഷേകം നിറഞ്ഞ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, എത്യോപ്യക്കാരന് തന്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയോ മാറ്റാനാവുമോ? എന്നാൽ തിന്മ ചെയ്ത് ജീവിക്കുന്ന നിനക്ക്, പാപം ചെയ്ത് ജീവിക്കുന്ന നിനക്ക്, ജനത്തിൽ ജീവിക്കുന്ന നിനക്ക് നന്മ ചെയ്യാനാവും. നമ്മളൊന്ന് തിരുവചനത്തെ നോക്കിയേ. സമറിയക്കാരി സ്ത്രീ ഈ ലോകത്തിന്റെ പാപത്തിന് പിന്നാലെ ജീവിച്ചവളാ. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. എത്ര സ്നേഹം ലഭിച്ചാലും മതിയാവാത്തവളായിരുന്നു. എന്നാൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി, കർത്താവ് ശംശിഹായെ. പിന്നീട് അവളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും, പഴയ പുരുഷന്മാരുടെ പിന്നാലെ, പഴയ സ്നേഹത്തിന് പിന്നാലെ, ജനത്തിന്റെ വ്യാപാരങ്ങളുടെ പിന്നാലെ പോയി എന്നല്ല, മറിച്ച് ഇവളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതം ആരംഭിക്കുക കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടുകൂടെ. ആ സമറിയ ദേശത്തെ യേശുവിന് വേണ്ടി നേടിയെടുത്തു. അല്ലാതെ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ തീരുമാനമെടുക്കുക, ഇനി ഞാൻ പാപം ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല. ആരും പാപം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. മറിച്ച് പാപത്തിനെതിരായ പുണ്യം നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കണം. അവള് പോയി സമറിയ ദേശത്തെ ക്രിസ്തുവിന് വേണ്ടി നേടി. ഇതുപോലെ തന്നെ സക്കേവൂസിന്റെ ജീവിതം. ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, പറ്റിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി 10 ഇരട്ടിയായി കൊടുക്കാം എന്ന് പറയുക ചെയ്തത്. അല്ലാതെ ഇനി ഞാൻ പാപം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയല്ല ചെയ്തത്. ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിച്ച വ്യക്തിയായിരുന്നു പൗലോസ്ലീഹ. എന്നാൽ പൗലോസ്ലീഹ തീരുമാനമെടുത്തു, ഇനി ഞാൻ ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിക്കുകയില്ല എന്നല്ല, മറിച്ച് കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടുകൂടെ കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു നടക്കുന്നു. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ വന്നു. പുലർച്ചെ 1:30 മണിക്ക് ഈ മനുഷ്യൻ തന്റെ വെട്ടി ഓട്ടോറിക്ഷയും ഓടിച്ചുകൊണ്ട് വന്നിരിക്കുക. വീടെവിടെയാ? ഇടുക്കി ഭാഗത്താണ് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുക, അച്ഛാ, ഞാൻ ഇവിടെ 6 മാസങ്ങൾക്ക് മുമ്പ് ധ്യാനത്തിൽ പങ്കെടുത്തു. അന്ന് അച്ഛൻ പറഞ്ഞ ക്ലാസിന്റെ വെളിച്ചത്തിൽ ഞാൻ തീരുമാനമെടുത്തു, ഇനി മദ്യപിക്കുകയില്ല എന്ന്. നല്ല മദ്യപാനിയായ വ്യക്തിയായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ തീരുമാനമെടുത്തു, ഞാൻ കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടുകൂടെ കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു നടക്കും. എന്ത് വന്നു കഴിഞ്ഞാലും ഇനി ഞാൻ മദ്യപിക്കുകയില്ല. മാത്രമല്ല, മദ്യപാനികളായ വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഇനി ഞാൻ ജീവിക്കും. കണ്ടോ പ്രിയപ്പെട്ടവരെ, മദ്യപിക്കുകയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, അതിനെതിരെ പുണ്യം അഭ്യസിക്കുക. ഇനി അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളെ മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കണം. ഇദ്ദേഹം വീട്ടിൽ ചെന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം മദ്യപാനികളായ വ്യക്തികളെ വിശുദ്ധിയിലേക്ക്, പാപത്തിന്റെ ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെ ഒരു ശുശ്രൂഷ അദ്ദേഹം ആരംഭിച്ചു. തന്റെ ഇടവ പള്ളിയിൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുക്കൽ പോകും. ആ വ്യക്തികളുടെ അടുക്കൽ പോയതിനു ശേഷം അവരോട് സംസാരിക്കും.
അവർ ധ്യാനത്തിന് കൊണ്ടുവരും. പിന്നെ അവിടെ ഒരു കൂട്ടായ്മയൊക്കെ ഇടവേല ആരംഭിച്ചിരിക്കുക. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. 1 മണിക്കൂറെങ്കിലും ദിവ്യ കാരുണ്യത്തിന് മുമ്പിൽ ആ മനുഷ്യൻ പോയിരിക്കും. അങ്ങനെ അദ്ദേഹം 6 മാസം കൊണ്ട് 23 പേരെ, മദ്യപാനത്തിന് പിടിയിൽ അമർന്ന 23 പേരെ അദ്ദേഹത്തിന് രക്ഷിക്കാൻ സാധിച്ചു. ഇതിനുശേഷം ഇദ്ദേഹം പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിന് പെട്ടി ഓട്ടോറിക്ഷ ഓടിച്ച് ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ പുലർച്ചെ ഈ സമയത്ത് വരാൻ കാരണം? അദ്ദേഹം പറയാണ്, അടുത്ത 2-3 ദിവസം ഉണ്ടല്ലോ ഞങ്ങളുടെ പള്ളിയിലെ തിരുനാളാ. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പക്ഷേ എന്നെ എൻ്റെ അളിയന്മാര്, എൻ്റെ സഹോദരന്മാര്, കൂട്ടുകാർ പറയും, നീ ഞങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയമല്ലേ, നമുക്ക് ഒരു സ്മോൾ അടിക്കാം, ഒരു പെഗ്ഗെടുത്താൽ മതി. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരെന്നെ നിർബന്ധിക്കും, ഒരു പക്ഷെ പാപത്തിൽ വീണ്ടും വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ ഇനി മദ്യപിക്കുകയില്ല. മദ്യപിക്കുന്ന 100 കണക്കിന് മക്കളെ യേശുവിന് വേണ്ടി നേടിയെടുക്കുമെന്ന്. ഈ മനുഷ്യൻ കണ്ടോ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ കൊണ്ടുപോയി നടക്കുന്ന വിശ്വസ്തത. ഈ മനുഷ്യൻ തീരുമാനമെടുത്തോ, പാപം ചെയ്യില്ല എന്നല്ല, പാപത്തിനെതിരായ പുണ്യം അഭ്യസിക്കും. ഈ മനുഷ്യൻ തുടർന്ന് പിറ്റേ ദിവസം രാവിലെ നിത്യാരാധന കേന്ദ്രത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട്. മണിക്കൂറോളം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനുശേഷം ഞായറാഴ്ച കുർബാനയൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു, അച്ഛാ, ഞാൻ ഉറച്ചു നിൽക്കുന്ന തീരുമാനത്തിൽ വിശ്വസ്തയോടുകൂടെ ജീവിക്കാൻ അച്ഛൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഞാൻ ആ മനുഷ്യനെ അനുഗ്രഹിച്ച് ആശ്രയിച്ച് വിടുക. അദ്ദേഹം പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ വെട്ടി ഓട്ടോറിക്ഷ ഓടിച്ച് തൃശ്ശൂരിൽ നിന്ന് ഇടുക്കിയിലേക്ക് പോകുകയാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഒരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ കൊണ്ടുപോയി നടക്കുന്ന ആ പാപം വിട്ടുപേക്ഷിക്കാൻ അദ്ദേഹം എടുക്കുന്ന വില കൊടുക്കുന്നത് കണ്ടില്ലേ? കമ്മിറ്റ്മെന്റ് ഈസ് എ ബാറ്റിൽ ഫീൽഡ്. യുദ്ധം ചെയ്യണം പ്രിയപ്പെട്ടവരെ. ആരും പാപം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല. പാപത്തിനെതിരായ പുണ്യം നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കണം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഏതൊക്കെ പാപങ്ങളാണ് നമ്മെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മളൊന്ന് ഓർത്തു നോക്കണം. നമ്മൾ ഈ നിഗളമുള്ള വ്യക്തി നിഗളിക്കില്ല എന്നല്ല തീരുമാനം, ഞാൻ എളിമയിൽ വളരും. ഇതുപോലെ മോഹമുള്ള വ്യക്തി അടക്കത്തിൽ വളരും. ഇതുപോലെ കോപമുള്ള വ്യക്തി ക്ഷമയിൽ വളരും. അസൂയുള്ള വ്യക്തി ഉപവിയിൽ വളരും. മടിയുള്ള വ്യക്തി ഉത്സാഹത്തിൽ വളരും. കൊതിയുള്ള വ്യക്തി മിതഭോജനത്തിൽ വളരും. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു നടക്കണം. വീണ്ടും കൃപയിൽ ജീവിക്കാനുള്ള അടുത്ത വഴി നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു വീണ്ടും ജനനം എന്നിൽ സംഭവിക്കണം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം തിരുവചനം, കർത്താവ് ദൈവത്തിൽ ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുകയില്ല. ദൈവത്തിൽ ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുകയില്ല. കണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക എന്നതാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് പാപം ചെയ്യാൻ ആഗ്രഹിച്ചുവെങ്കിലും പാപം ചെയ്യാൻ സാധിക്കില്ല. എന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിറവുണ്ടോ? എപ്പോഴാണോ എന്നിൽ നിന്ന് ഈ ആത്മാവിന്റെ ശക്തി ചോർന്നു പോകുന്നത്, അപ്പോഴാണ് പാപത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് തിമോത്തിയോസിനെ ഉപദേശിച്ചു, എന്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവീക വരം നിന്നെ പ്രോജ്വലിക്കട്ടെ. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവിനെയാണ് നിന്നിലേക്ക് നിവേശിപ്പിക്കുന്നത്. പാപം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് നിറയണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞുവെങ്കിൽ മാത്രമേ
വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നിറയാനുള്ള ഏതാനും വഴികളാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരും, എന്നാൽ നമ്മുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനവും നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. വിശുദ്ധാത്മാക്കളുടെ ജീവിതം ഒന്ന് നോക്കിയേ. ജോൺ മരിയ വിയാനി പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു, അമ്മ ത്രേസ്യ പ്രലോഭനം ഉണ്ടായിരുന്നു, മറിയം ത്രേസ്യ പ്രലോഭനം ഉണ്ടായിരുന്നു, ചാവറ പിതാവ് പ്രലോഭനം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വന്നപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവർ നിറഞ്ഞു നിന്നപ്പോൾ പാപത്തോട് നോ പറയാൻ സാധിച്ചു. കൃപയിൽ നിലനിൽക്കുവാനുള്ള ഏതാനും വഴികൾ. ഒന്നാമത്തെ വഴിയാണ് പ്രിയപ്പെട്ടവരെ അടുത്തടുത്തുള്ള കുമ്പസാരം. എത്ര അടുത്ത് നമ്മൾ കുമ്പസാരിക്കുന്നു അത്രയും കൃപ നിറയും. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ഒരാഴ്ചയായി ഈ വസ്ത്രം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ആ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. ഈ സാമ്പാർ നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ നമുക്ക് വിഷമമുണ്ടോ? ഒരാഴ്ചയായി ഈ ഡ്രസ്സ് ഇട്ടുക, മുഷിഞ്ഞിരിക്കുന്ന വസ്ത്രം, നമുക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഇന്ന് രാവിലെ എടുത്തിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു, ആ വസ്ത്രത്തിൽ ഒരു തുള്ളി സാമ്പാർ വീഴട്ടെ, നമുക്ക് വേദനയുണ്ട്. ഇതുപോലെ തന്നെ പാപത്തിന്റെ കാര്യം. പാപം എത്ര കരം കൂടുന്നോ നമുക്ക് വലിയ പാപബോധമില്ലാത്ത അവസ്ഥ, കുറ്റബോധമില്ലാത്ത അവസ്ഥ. എന്നാൽ ഒരു കൊച്ചു പാപം വന്നാൽ മതി, അടുത്തടുത്തൊന്ന് കുമ്പസാരിച്ചേ, നമുക്ക് വേദനയുണ്ട്, കൃപയിൽ വളരാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അടുത്തടുത്ത് കുമ്പസാരിക്കണം. രണ്ടാമത്തെ കാര്യമാണ് നോമ്പും ഉപവാസവും. 8 നോമ്പ് ആയിക്കൊള്ളട്ടെ, 25 നോമ്പ് ആയിക്കൊള്ളട്ടെ, 50 നോമ്പ് ആയിക്കൊള്ളട്ടെ, ഈ അടുത്തടുത്ത് നോമ്പിലും ഉപവാസത്തിലും പങ്കെടുക്കാൻ വലിയ അഭിഷേകത്തിൽ വളരാൻ സാധിക്കും. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ ഈ ദാനിയേല് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ ഈ ജനത്തിന്റെ ഭാവി എന്താ? കാരണം ബാബിലോന്റെ അടിമത്തത്തിലാണ് നൂറ്റാണ്ടുകളായി ഈ ജനത. രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ദാനിയേല്. എന്നാൽ ദാനിയേലുണ്ടല്ലോ ദൈവത്തോട് ചോദിക്കുക, ഈ ജനത്തിന്റെ ഭാവി എന്താ? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദാനിയേൽ ഉത്തരം കിട്ടുന്നില്ല. ഈ സമയത്ത് ദാനിയേല് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ എളിമപ്പെടുത്തി 21 ദിവസം ഉപവസിച്ചു എന്നാ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തി ഉപവസിക്കുക. നോമ്പിനും ഉപവാസത്തിനും വലിയ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ നിന്നെ തന്നെ എളിമപ്പെടുത്തി ഉപവസിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? 21-ാമത്തെ ദിവസം ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിന് മുമ്പിൽ ടൈഗ്രസ് നദിയുടെ തീരത്ത് വെച്ച് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന്റെ ദൂതനെ ദാനിയേൽ കാണുക. ഈ സമയത്ത് ദാനിയേൽ കമിഴ്ന്നടിച്ച് വീഴുക. ദൈവത്തിന്റെ ദൂതൻ ദാനിയേലെ പിടിച്ചുയർത്തിയിട്ട് വിളിക്കുന്നുണ്ട്, പ്രിയങ്കരനായ ദാനിയേൽ. എന്താ വിളിച്ചേ? പ്രിയങ്കരനായ ദാനിയേൽ. ഇതിനു ശേഷം ദാനിയേലിനോട് പറയുക, ദാനിയേലേ, നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ നിന്റെ പ്രാർത്ഥന കേട്ടു. തുടർന്ന് പറയുകയാണ്, നീ ഉപവാസം പ്രഖ്യാപിച്ച ആദ്യ ദിനം തന്നെ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. എന്നാൽ നിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നതിന് 21 ദിവസം എടുക്കേണ്ട വന്നു. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ദൂതന് 21 ദിവസം എടുക്കേണ്ട വന്നതാ? ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം തിരുവചനം കാണാൻ സാധിക്കും. പേർഷ്യൻ രാജ്യത്തിന്റെ പൈശാചിക അരൂപി, പേർഷ്യൻ രാജ്യത്തിന്റെ ആ അരൂപി ദൈവത്തിന്റെ ദൂതൻ അങ്ങോട്ട് കടന്നു വരുന്നതിന് തടസ്സപ്പെടുത്തുകയായിരുന്നു. എന്നാൽ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി വിശ്വസ്തയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ചപ്പോൾ വിശുദ്ധ മിഖായേൽ വന്ന് ദേശത്തിന്റെ മേൽ ബന്ധിച്ചിരുന്ന ആ പൈശാചിക രൂപിയെ
യുദ്ധം ചെയ്ത് പുറത്താക്കി. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തിന്റെ മേൽ ബന്ധിച്ചിരുന്ന ആ പൈശാചിക അരൂപിയാണ് വിശുദ്ധ മിഖായേൽ വന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചോ? പലപ്പോഴും പല കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥ, പല കാര്യങ്ങളും നടക്കാത്ത അവസ്ഥ. എന്താ ചെയ്യണ്ടേ? നിന്നെ തന്നെ എളിമപ്പെടുത്ത്. ദാനിയേലിനെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിക്കേ. അവിടെ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നെന്താ പ്രശ്നം പ്രിയപ്പെട്ടവരെ? ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾ, സുഖങ്ങളൊക്കെ ആവോൾ ആസ്വദിച്ച് നമ്മുടെ ശരീരത്തെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, മനസ്സ് പറയുന്നിടത്ത് ശരീരം നിൽക്കാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇന്ന് ജാഗരണം പ്രാർത്ഥന പറ്റുന്നില്ല. നേരം വെളുത്തു കഴിഞ്ഞാൽ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉപവസിക്കാൻ പറ്റാത്ത അവസ്ഥ, ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസത്തിനും നോമ്പിനും ഒക്കെ വലിയ ശക്തിയുണ്ട്. അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു അനുഭവം അച്ഛൻ പങ്കുവെക്കാം. 2012 കൺവെൻഷൻ നടക്കുക. 18ഓളം സ്ഥലങ്ങളിലാണ് 50 നോമ്പിൽ ധ്യാനം നടക്കുന്നത്. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. 50 നോമ്പിൽ 50 ദിവസം ഒരു നേരം മാത്രം. ആ സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ പ്രലോഭനമായിരുന്നു. ഈശോയെ, ഒരു നേരമൊക്കെ ഭക്ഷണം കഴിച്ച് രാവിലെ ഒരു ധ്യാനം, വൈകുന്നേരം ഒരു ധ്യാനം, ഇതുപോലെ തന്നെ വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് യാത്ര എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? പക്ഷേ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് 50 ദിവസം എന്നെ തന്നെ എളിമപ്പെടുത്തി വിശുദ്ധീകരിച്ച് ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വലിയൊരു അഭിഷേകമുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ഞാനല്ല അവിടെ പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. സമൂഹം ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ്. ധ്യാനമൊക്കെ കഴിയുമ്പോൾ വലിയ മാനസാന്തരങ്ങൾ, അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അത്രയും വലിയ ദൈവാനുഭവം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് ഈ ധ്യാനത്തിന്റെ ശുശ്രൂഷകളിൽ ജാഗരണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും നേടിയെടുത്തതാണ്. ഇന്നും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നോക്കി ചില കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു, നടക്കാത്ത അവസ്ഥ, ഉത്തരം കിട്ടാത്ത അവസ്ഥ, വിവാഹം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, പഠിച്ചിട്ടുണ്ട്, പരീക്ഷ വിജയിക്കാൻ പറ്റാത്ത അവസ്ഥ. നിന്നെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിന്റെ സന്നിധി വിളിച്ച് പ്രാർത്ഥിക്കാൻ അവിടെ ദൈവം ഇറങ്ങി വരുന്ന കാണാം. വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, വിശുദ്ധ കുർബാന കൃപയിൽ നിറയാൻ പറ്റും. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നിട്ട് ആരാ തളർന്നു പോയിരിക്കുന്നത്? നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ദൈവത്തെ ആരാധിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവാരാധന കൊണ്ട് മാത്രം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറേണ്ട 100 കാര്യങ്ങളുണ്ട്. ഒരുപാട് അധ്വാനിക്കുന്നുണ്ടാവാം. എന്നാൽ ഈ അധ്വാനങ്ങളൊക്കെ ഫലമണിയണം. ദൈവത്തിന്റെ സന്നിധിയിൽ കുത്തിയിരിക്കാൻ നിനക്ക് സാധിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് ഒരാളെങ്കിലും ഒരു ദിവസം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയിരിക്കണം. ആ വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ച് ആ വ്യക്തി കുടുംബത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബം മുഴുവൻ ദൈവത്തിന്റെ കൃപയിൽ നിറയുക. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എത്ര ജോലി തിരക്കുകൾ ഉണ്ടായിക്കൊള്ളട്ടെ, എത്ര കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാനുണ്ടായിരിക്കട്ടെ, ദൈവത്തിന് വിട്ടുകൊടുക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് മുമ്പിൽ വന്നിരിക്കാൻ കഴിഞ്ഞോ, അത് വലിയൊരു അനുഗ്രഹം. സൂര്യന്റെ ചുവട്ടിൽ ഒരു വ്യക്തി നിന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചൂടുപിടിക്കും. ഇതുപോലെ തന്നെ മക്കളെ, ദിവ്യകാരുണ്യത്തിന്റെ മുമ്പില് ഓരോ വ്യക്തികളും വന്നു നിൽക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ചൂടുപിടിക്കുന്ന അനുഭവം, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കണം. ജെറീക്കോ കോട്ടയെ അവര് തകർത്ത എങ്ങനെയാ? ആയുധധാരികളായിട്ടൊന്നുമല്ല, മറിച്ച് ദൈവാരാധന കൊണ്ട് മാത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ
ആരാധനകൾ നടത്തുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നാം ആയിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റം വരേണ്ട 100 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ മാറ്റം വരും. ദൈവാരാധന, വിശുദ്ധ കുർബാന വലിയ ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുക. കൃപയിൽ നിറയാൻ നമുക്ക് സാധിക്കും. വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, കൃപയിൽ നിറയാനുള്ള അടുത്ത മാർഗമാണ് ജപമാല പ്രാർത്ഥന. വചനം പറയുന്നു, വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം തിരുവചനം, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ തിരിഞ്ഞു, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും അവളുടെ സന്താനങ്ങളോടും അത് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ സർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് സ്ത്രീയുടെ നേരെ തിരിഞ്ഞു, പരിശുദ്ധ അമ്മയുടെ നേരെ തിരിഞ്ഞു. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവർ അവളുടെ സന്താനങ്ങളും. നമ്മൾ ഓരോരുത്തരോടും പിശാച് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുക. ഈ പിശാചുമായുള്ള പോരാട്ടത്തിൽ, സാത്താനുമായുള്ള പോരാട്ടത്തിൽ ഒരു ക്രൈസ്തവന്റെ ഏറ്റവും വലിയ ആയുധമാണ് ജപമാല. ഏതെല്ലാം വ്യക്തികളിലാണോ ജപമാല മുറിയുന്നത്, പിശാച് നുഴഞ്ഞു കയറും. കുടുംബങ്ങളായിക്കൊള്ളട്ടെ, ദാമ്പത്യ ജീവിതങ്ങളായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം സംശയത്തിന്റെ വേരുകൾ, പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതിന്റെ പിന്നില് ഞാൻ ചോദിക്കാറുണ്ട്, എല്ലാ ദിവസവും ജപമാല ചൊല്ലാറുണ്ടോ? ഏതെല്ലാം കുടുംബങ്ങളാണോ ജപമാല മുറിഞ്ഞിരിക്കുന്നത്, അവിടെയെല്ലാം പിശാച് നുഴഞ്ഞു കയറുന്നു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജപമാല മുറിയാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിൽ ജപമാല മുറിയാൻ പാടില്ല. ഇന്ന് ഏതെല്ലാം കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥ, അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, സംശയത്തിന്റെ വേരുകൾ, സ്നേഹം മരവിച്ചു പോയിരിക്കുന്ന അവസ്ഥ, ഒറ്റ കാര്യമുള്ളൂ, അവിടെയെല്ലാം കൃപ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്. ഇന്ന് കൃപയിൽ നിറയണോ? ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ. വീണ്ടും നമുക്ക് കൃപയിൽ നിറയാനുള്ള വഴിയാണ് വചനം. വചനം വായിക്കുക, വചനം പഠിക്കുക, വചനം ധ്യാനിക്കുക. എന്താ ദൈവവചനത്തിന്റെ പ്രത്യേകത? അത് അപ്പോസ്തലന്മാരിലൂടെയും പ്രവാചകന്മാരുടെയും ദൈവം വെളിപ്പെടുത്തി തന്നതാ. അല്ലാതെ ഇത് മനുഷ്യന്റെ ബുദ്ധിയല്ല, ദൈവം സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ വചനം വായിക്കുമ്പോൾ അതിൽ അഭിഷേകമുണ്ട്. വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. വചനം വായിക്കുമ്പോൾ ദൈവിക ശക്തി നമ്മിലേക്ക് അവിടുന്ന് വന്ന് നിറയും. ഇന്നും പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനത്തോടുള്ള സാമീപ്യം എങ്ങനെയാ? എത്ര വചനം എനിക്കറിയാം? യേശുവിന്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ യേശു എങ്ങനെയാ വചനം കൊണ്ടാ നേരിട്ടത്. മരുഭൂമിയിലെ പരീക്ഷയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ കല്ലിനോട് അപ്പമാക്കാൻ പറയുന്നു. ദേ കൊട്ടാരത്തിന് മുകളിൽ നിന്ന് അല്ലെങ്കിൽ മലയുടെ മുകളിൽ താഴേക്ക് ചാടാൻ പറയുന്നു. ഇവിടെയെല്ലാം യേശു ഈ പ്രലോഭനത്തെ അതിജീവിച്ചത് വചനം കൊണ്ടാ. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. സൂസന്നിയെ പാപത്തിലേക്ക് നയിച്ചു. ആ പാപത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോഴും അവൾ പറയുന്നുണ്ട്, ഞാൻ പാപം ചെയ്യില്ല. അവൾക്ക് അങ്ങനെ പറയാൻ സാധിച്ച എങ്ങനെയാ? വചനം കാണാൻ സാധിക്കാം. കുഞ്ഞുനാൾ മുതൽ അവളുടെ മാതാപിതാക്കൾ മോശയുടെ കൽപ്പനകൾ അവളെ കൽപ്പിച്ച് കൽപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇന്നും പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയോടുകൂടെ ജീവിക്കണം, കൃപയിൽ ജീവിക്കണം. ഒരു ധ്യാനം കഴിഞ്ഞ് ഞാൻ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകുന്ന അവസ്ഥ. കുമ്പസാരിച്ചു എങ്കിലും വീണ്ടും ഞാൻ ആ പാപം തന്നെ ആവർത്തിക്കുന്ന അവസ്ഥ. എങ്ങനെ എനിക്ക് കൃപയിൽ ജീവിക്കാൻ സാധിക്കുക? കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു നടക്കുക. അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക. അടുത്തടുത്തുള്ള കുമ്പസാരം, വിശുദ്ധ കുർബാന, വചനം വായിക്കുക, നോമ്പും ഉപവാസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നമുക്ക് കൃപയിൽ നിറയാൻ സാധിക്കും. അങ്ങനെ ഒരു അഭിഷേകം നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കണം. നമ്മുടെ മനസ്സ് പറയുന്നിടത്ത് ശരീരം നിൽക്കണം. അങ്ങനെയുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ